യഹോവേ, നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. അനന്തരം ഇസ്രായേൽ തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു ബേർഷേബയിലെത്തി തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ, യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രൈമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രൈമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസഫ് സ്വന്തം കൈകൊണ്ട് നിന്റെ കണ്ണടയ്ക്കുമെന്ന് അരുളി ചെയ്തു. പിന്നെ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ടു. ഇസ്രായേലിൻ്റെ പുത്രന്മാർ അപ്പനായ യാക്കോബിനെ കയറ്റുവാൻ ഫറവോൻ അയച്ച രഥങ്ങളിന്മേൽ അവനെയും തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും കയറ്റിക്കൊണ്ടുപോയി. തങ്ങളുടെ ആടുമാടുകളെയും കാനാൻ ദേശത്ത് വെച്ച് സമ്പാദിച്ച സമ്പത്തുകളൊക്കെയും കൊണ്ടുപോയി. അങ്ങനെ യാക്കോബും സന്തതികളുമെല്ലാം മിസ്രൈമിലെത്തി. അവൻ തൻ്റെ പുത്രിപുത്രന്മാരെയും പൗത്രിപൗത്രന്മാരെയും തൻ്റെ സന്തതികളെയും ഒക്കെയും കൂട്ടി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. മിസ്രൈമിൽ വന്ന ഇസ്രായേൽ മക്കളുടെ പേരുകളാവിത്: യാക്കോബും അവൻ്റെ പുത്രന്മാരും. യാക്കോബിൻ്റെ ആദ്യജാതനായ രൂബേൻ. രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ഷിമെയോൻ്റെ പുത്രന്മാർ യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കീൻ, സോഹർ, കനാന്യത്കാരിയുടെ മകനായ ശൗൽ. ലേവിയുടെ പുത്രന്മാർ ഗേർഷോൻ, കഹാത്ത്, മെരാരി. യഹൂദിയുടെ പുത്രന്മാർ ഏർ, ഓനാൻ, ഷേല, പേരസ്, സേരഹ്. എന്നാൽ ഏർ, ഓനാൻ എന്നിവർ കാനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. പേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോൻ, ഹാമൂൽ. ഇസ്സാഖാരിൻ്റെ പുത്രന്മാർ തോല, പൂവ, യോബ്, ഷിമ്രോൻ. സെബൂലിൻ്റെ പുത്രന്മാർ സേരദ്, ഏലോൻ, യഹ്ലേൽ. ഇവർ ലേയുടെ പുത്രന്മാർ. അവൾ അവരെ യാക്കോബിൻ്റെ മകളായ ദീനയും അവൻ പദ്ദൻഅരാമിൽ വെച്ച് പ്രസവിച്ചു. അവൻ്റെ പുത്രന്മാരും പുത്രിമാരും എല്ലാം കൂടെ 33 പേരായിരുന്നു. ഗാദിൻ്റെ പുത്രന്മാർ സീഫോൻ, ഹഗ്ഗി, ശൂനി, എസ്ബോൻ, ഏരി, ആരോദി, ആരേലി. ആശേറിൻ്റെ പുത്രന്മാർ യിമ്ന, ഇഷ്വ, ബെരിയാം. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാവിൻ്റെ പുത്രന്മാർ ഹേബർ, മൽക്കിയേൽ. ഇവർ ലാബാൻ തൻ്റെ മകളായ ലേഖയ്ക്ക് കൊടുത്ത സിൽപ്പിയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് 16 പേരെ പ്രസവിച്ചു. യാക്കോബിൻ്റെ ഭാര്യയായ റാഹേലിൻ്റെ പുത്രന്മാർ യോസഫ്, ബെന്യാമീൻ. യോസഫിന് മിസ്രൈം ദേശത്ത് മനേശയും എഫ്രൈമും ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറയുടെ മകളായ അസ്നത്ത് അവന് പ്രസവിച്ചു. ബെന്യാമീൻ്റെ പുത്രന്മാർ ബേല, ബേഗർ, അഷ്ബേൽ, ഗേര, നാമാൻ, ഏഹി, രോഷ്, മൂപ്പീം, ഹുപ്പീം, ആരദ്. ഇവർ റാഹേൽ യാക്കോബിന് പ്രസവിച്ച പുത്രന്മാർ. എല്ലാം കൂടെ 14 പേർ. ദാൻ്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ ഹെസേൽ, ഗൂനി, യേസർ, ഷില്ലേം. ഇവർ ലാബാൻ തൻ്റെ മകളായ റാഹേലിന് കൊടുത്ത ബിൽഹയുടെ പുത്രന്മാർ. അവൾ യാക്കോബിന് ഇവരെ പ്രസവിച്ചു. എല്ലാം കൂടെ 7 പേർ. യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരെ കൂടാതെ അവൻ്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരായി അവനോടുകൂടി മിസ്രൈമിൽ നിന്ന് വന്നവർ ആകെ 66 പേർ. യോസഫിന് മിസ്രൈമിൽ വെച്ച് ജനിച്ച പുത്രന്മാർ 2 പേർ. മിസ്രൈമിൽ വന്നവരായി യാക്കോബിൻ്റെ കുടുംബം ആകെ 70 പേർ. എന്നാൽ ഗോർഷേനിലേക്ക് യോസഫ് തനി വഴി കാണിക്കേണ്ടതിന് അവൻ യഹൂദയെ അവൻ്റെ അടുക്കൽ മുമ്പിട്ടയച്ചു. ഇങ്ങനെ അവർ ഗോഷേൻ ദേശത്തെത്തി. യോസഫ് രഥം കെട്ടിച്ചു അപ്പനായി ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഗോഷേനിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചു ഏറെ നേരം കരഞ്ഞു. ഇസ്രായേൽ യോസഫിനോട്, നീ ജീവനോടിരിക്കുന്നു എന്ന് ഞാൻ നിന്റെ മുഖം കണ്ടറിഞ്ഞതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ മരിച്ചാലും വേണ്ടതില്ല എന്ന് പറഞ്ഞു. പിന്നെ യോസഫ് സഹോദരന്മാരോടും അപ്പൻ്റെ കുടുംബത്തോടും പറഞ്ഞത്, ഞാൻ ചെന്ന് ഫറവോനോട് കനാൻ ദേശത്ത് നിന്ന് എൻ്റെ സഹോദരന്മാരും അപ്പൻ്റെ കുടുംബവും എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്നറിയിക്കും. അവർ ഇടയന്മാരാകുന്നു, കന്നുകാലികളെ മേയ്ക്കുന്നത് അവരുടെ തൊഴിൽ. അവർ തങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും തങ്ങൾക്കുള്ളതും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അവനോട് പറയും. അതുകൊണ്ട് ഫറവോൻ നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ തൊഴിൽ എന്തെന്ന് ചോദിക്കുമ്പോൾ അടിയങ്ങൾ ബാല്യം മുതൽ ഇന്ന് വരെയും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും ഗോപാലകന്മാരാകുന്നു എന്ന് പറവീൻ. എന്നാൽ നിങ്ങൾ ഗോഷേനിൽ പാർപ്പാൻ സംഗതിയാകും. ഇടയന്മാരെല്ലാം മിസ്രൈമ്യർക്ക് വെറുപ്പല്ലോ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.